ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ 17ാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത്. ഇവിടെ 151ാമത്തെ നാമം മുതൽ 162ാമത്തെ നാമം വരെയാണ് കാണാൻ പോകുന്നത്. ഉപേന്ദ്രോ വാമന പ്രാംശുരമോഘശുചിരൂർജിതഃ അതീന്ദ്രസംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമഃ. ഏതൊക്കെ നാമങ്ങളാണെന്ന് നോക്കാം. ഉപേന്ദ്ര, വാമന, പ്രാംശു, അമോഘ, സുചി, ഊർജിത, അതീന്ദ്ര, സംഗ്രഹ, സർഗ, ധൃതാത്മ, നിയമ, യമ. 12 നാമങ്ങളാണ് ഭഗവാന്റെ ഈ ശ്ലോകത്തിൽ ഉള്ളത്. ആദ്യത്തെ നാമം ഉപേന്ദ്ര. ഉപ ഇന്ദ്ര, ഇന്ദ്രന്റെ അനുജനെയാണ് ഉപേന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പല അവതാരങ്ങളും എടുത്തിട്ടുള്ളതിൽ വാമന അവതാരം എടുത്തപ്പോൾ ദേവി അതിഥിയുടെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ഇന്ദ്രന്റെ അമ്മയും അതിഥി ദേവിയാണ്. അതിനാലാണ് ഭഗവാന് ഉപേന്ദ്ര എന്ന നാമം ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൂടി അതിനെ അർത്ഥമായിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മുകളിലായിട്ടുള്ളതിനാലാണ് ഭഗവാന് ഉപേന്ദ്ര എന്ന നാമധേയം. അത് മാത്രവുമല്ല, നമ്മുടെ മനസ്സായാലും നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെ കേന്ദ്രീകരണമായാലും അതിനും ഉപരിയായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് നമ്മുടെ വിഷ്ണു ഭഗവാൻ. അതിനാലാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിക്കുന്നതായ ആ മനസ്സിനെ പോലും അതീതമായ ശക്തി കൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ആത്മാവാണ് ഭഗവാൻ വിഷ്ണു. അത് എല്ലാവരുടെയും മനസ്സിൽ ആത്മാവായി നിലകൊള്ളുന്ന ഒരു ശക്തിയാണ്. അതിനാലാണ് ഭഗവാന് ഉപേന്ദ്ര എന്ന നാമധേയം. അടുത്ത നാമധേയം വാമന. അതായത് ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 5ാമത്തെ അവതാരമാണ് വാമന. അതിൽ ഭഗവാൻ കാണപ്പെടുന്നത് ഒരു ചെറിയ ഒരു ശരീരമുള്ളത് ആരംഭിക്കുമ്പോൾ അങ്ങനെയുള്ളതായാലും അതിനുശേഷം വളരെ വലുതായി 3 കാലടി മണ്ണ് കൊടുക്കാൻ വേണ്ടി മഹാബലി സമ്മതിച്ചപ്പോൾ പോലും ആ കാലടി കൊണ്ട് എല്ലാ ലോകങ്ങളെയും അളന്ന് 3ാമത്തെ കാലടി വെക്കുവാൻ സ്ഥലമില്ലാത്ത വിധത്തിൽ അത്രയും വലുപ്പത്തിൽ വളർന്ന ഒരു ശക്തിയാണ് ഭഗവാൻ വിഷ്ണു. അതിനാലാണ് ഭഗവാന് വാമന എന്ന നാമധേയം. അത് മാത്രവുമല്ല, നമ്മൾ ചെറുതോ വലുതോ ഏതൊരു രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാലും ഭഗവാൻ അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ കുടികൊള്ളാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നതിനാലാണ് ഭഗവാന് അങ്ങനെയും ഒരു നാമധേയം, അതായത് വാമന എന്ന നാമധേയം. അടുത്ത നാമധേയം പ്രാംശു. പ്രാംശു എന്നാൽ ഏതൊരു സ്ഥലത്തും ആർക്കാണോ എത്താൻ സാധിക്കുന്നത് അവരെ പ്രാംശു എന്ന് പറയുന്നു. അതായത് ഭഗവാൻ ഈ വാമന അവതാരത്തിൽ തന്നെ ഏതൊരു സ്ഥലത്തും എത്തിപ്പെടുന്ന അത്രയും വലിപ്പത്തിലുള്ള പാദങ്ങൾ ഉള്ളതായി തീരുന്നു. അപ്പോൾ ഭഗവാനെ നമ്മൾ ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും ഏത് നേരത്ത് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഭഗവാൻ അവിടെ എത്തിച്ചേരുന്നതിനാലാണ് ഭഗവാനെ പ്രാംശു എന്ന നാമധേയം. അടുത്ത നാമധേയം അമോഘ. അമോഘ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും ഒരു കാര്യപ്രാപ്തി നേടുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുവോ ആ ഒരു കാര്യം പൂർണ്ണമായും സാധിക്കുവാൻ തരുന്ന ഒരു ശക്തി യാണ് നമ്മൾ അമോഘ എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ഏതൊരു സൃഷ്ടിക്കും അവർക്ക് മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നുവോ ആ ഒരു കാര്യത്തെ പൂർണ്ണമായും ഭഗവാൻ അനുഗ്രഹിച്ചു തരുന്നു. അതിനാലാണ് ഭഗവാനെ അമോഘ എന്ന് പറയുന്നത്. അടുത്ത നാമധേയം സുചി. സുചി എന്ന് പറഞ്ഞാൽ പവിത്രമായിട്ടുള്ള ഭഗവാനെയാണ് അത് കുറിക്കുന്നത്. അതായത് വേറെ ഒരു തരത്തിലുള്ള ഒരു വേറെ ഒന്നും തന്നെ, അതായത് ആത്മാവിലായാലും ഭഗവാന്റെ ആ ഒരു ശക്തിയിലായാലും ഏതൊരു സ്ഥലത്തും പൂർണ്ണമായി സ്പഷ്ടതയോടെ നിൽക്കുന്നതിനാലാണ് ഭഗവാനെ സുചി എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത നാമധേയം ഊർജിത.
ഊർജിത എന്ന് പറഞ്ഞാൽ അത്യധികമായ ശക്തിയുള്ള ഒരാൾക്ക് ഊർജിത എന്ന് പറയുന്നു. അതുമാത്രവുമല്ല, ആ ശക്തി കൊണ്ട് പ്രയോജനപ്പെടുത്തി മറ്റുള്ളവരെ ആർക്കാണോ സഹായിക്കാൻ സാധിക്കുന്നത് അവരെ ഊർജിത എന്ന് പറയുന്നു. ഭഗവാൻ എവിടെയും കാണപ്പെടുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ ആ ഒരു ശക്തി കൊണ്ട് ഏതൊരു ശത്രുവിനെയും ജയിക്കുവാൻ സാധ്യമുള്ളതിനാലാണ് ഭഗവാന് ഊർജിത എന്ന നാമധേയം. അടുത്ത നാമധേയം അതീന്ദ്ര. അതി ഇന്ദ്ര, ഇന്ദ്രന്റെ ആ ഒരു ജ്ഞാനത്തിനും അതീതമായിട്ടുള്ള ഒരു ശക്തിയാണ് ഭഗവാൻ. അതായത് നമ്മുടെ മനസ്സാകുന്ന ആ ഒരു ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി നമുക്ക് പൂർണ്ണമായും ജ്ഞാനത്തെ ഉപയോഗിക്കുവാൻ ഭഗവാൻ പൂർണ്ണമായും അനുഗ്രഹിക്കുന്നു. അത് എപ്പോഴാണോ നമ്മൾ പൂർണ്ണമായി ജ്ഞാനത്തെ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചു നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുവാൻ തുടങ്ങുന്നു. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. അതിനാലാണ് ഭഗവാനെ അതീന്ദ്ര എന്ന നാമധേയം. അടുത്ത നാമധേയം സംഗ്രഹ. സംഗ്രഹ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തു, അത് ചലിക്കുന്നതായാലും അല്ലാത്തതായാലും ഏതൊരു വസ്തുവിനെയും പൂർണ്ണമായി ഭഗവാൻ കൈയോട് ചേർത്ത് വെക്കുന്നു. അത്രയ്ക്കും ഭഗവാന്റെ കൈകൾ വലുതാണ്. അതുപോലെ ഭഗവാൻ ഓരോ സൃഷ്ടിയിലും ആത്മാവായി പ്രവർത്തിക്കുന്നു. അത് ചലിക്കുന്ന വസ്തുവായാലും ചലിക്കാത്ത വസ്തുവായാലും ഭഗവാൻ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ശക്തിയാണ്. അതിനാലാണ് ഭഗവാന് സംഗ്രഹ എന്ന നാമധേയം. അതായത് ഏത് വലിപ്പമുള്ള പ്രപഞ്ചത്തെയും സംഗ്രഹിച്ച്, അതായത് തൻ്റെ കൈപ്പിടിക്കുള്ളിൽ നിയന്ത്രിക്കുന്നതിനാലാണ് ഭഗവാന് സംഗ്രഹ എന്ന നാമധേയം. അടുത്ത നാമധേയം സർഗ. സർഗ എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടി നടത്തുന്ന ഒരു ശക്തിയെ സർഗ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ തന്നെയാണ് ഓരോ സൃഷ്ടിയിലും പരമാത്മാവായി കുടികൊള്ളുന്നത്. അപ്പോൾ ഓരോ സൃഷ്ടിക്കും ഒരു ജീവാത്മാവ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് അത് സൃഷ്ടിക്കുമ്പോൾ ആ ഒരു ജന്മത്തിന് ശേഷം ആ ജീവാത്മാവ് ഇവിടെ നശിച്ചു തീരുമ്പോൾ തിരിച്ച് പഞ്ചഭൂതങ്ങളിലേക്ക് പോകുമ്പോഴും ആ പരമാത്മാവ് നേരെ ഭഗവാനിൽ ലയിക്കുന്നു. അപ്പോൾ ഓരോ സൃഷ്ടിക്കും ഭഗവാൻ തന്നെയാണ് കാരണഭൂതൻ. അതിനാലാണ് ഭഗവാൻ സർഗ എന്ന നാമധേയം. അടുത്ത നാമധേയം ധൃതാത്മാ. ധൃതാത്മാ എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിയെയും പൂർണ്ണമായി ആരാണോ സംരക്ഷിക്കുന്നത് അവരെ, ആ ഒരു ശക്തിയെ ധൃതാത്മാ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ ഏതൊരു പ്രപഞ്ചത്തിലും സ്വന്തം ആ ഒരു സ്നേഹത്തിലാണ് ആ ഒരു സൃഷ്ടി നടത്തുന്നത്. ഓരോ സൃഷ്ടിയും വേറൊരു സൃഷ്ടിയിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തതയോടെ ഇരിക്കുന്നു. അത് ഭഗവാൻ ഓരോ സൃഷ്ടിക്കും ഓരോ കഴിവും കൊടുക്കുന്നു. ഓരോ സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിയിൽ നിന്നും ഏതൊരു രീതിയിലും വ്യത്യാസപ്പെടുന്നുവോ അതേ രീതിയിൽ തന്നെ അവർക്ക് എല്ലാ തരത്തിലും, അതായത് ജ്ഞാനത്തിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ മനസ്സിനും വ്യത്യസ്തപ്പെടുത്തുന്നു. അതിനാലാണ് ഭഗവാന് ധൃതാത്മാ എന്ന് പറയുന്നത്. അതായത് ദൃഢമായി ഒരു ആത്മാവിൽ ആരാണോ കുടിയിരിക്കുന്നത് ആ ഒരു ശക്തിയെ ധൃതാത്മാ എന്ന് പറയുന്നു. അടുത്ത നാമധേയം നിയമ. നിയമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി അതിന് അനുസരിച്ചുള്ള രീതികളാണ് നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ ഭഗവാന് ഏതൊരു നിയമത്തിനും മുകളിലായി നിൽക്കുന്നു. അതുമാത്രവുമല്ല ഓരോ സൃഷ്ടിയും ധർമ്മം എന്ന നിയമത്തെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കണ്ട് അവർക്ക് വഴികാട്ടിയായും നിൽക്കുന്നു. അപ്പോൾ നമുക്ക് സൂര്യനായാലും ചന്ദ്രനായാലും കാറ്റായാലും ജലമായാലും ദിക്പാലരായാലും മരണമായാലും എല്ലാത്തിലും ഭഗവാൻ ഓരോരോ അതിനു വേണ്ടിയുള്ള ശാശ്വതമായ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഓരോരോ പ്രവൃത്തിയെയും അതിൽ നിന്നും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് ഭഗവാന് നിയമ എന്ന നാമധേയം. അടുത്ത നാമധേയം യമ. യമ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിക്കാണോ ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ ഒരു മാറ്റത്തിനും കാരണമായിട്ടുള്ളത് അവരെ യമ എന്ന് പറയുന്നു.
അതായത് പൂർണ്ണമായും എല്ലാ രീതികളെയും അവർ ആം, പൂർണ്ണമായും അതിനെ ആ, നി- ആം, അതിന് അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവർ അവരുടെ ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് ഏതൊരു ജന്മത്തിലുള്ള സൃഷ്ടിയാണോ ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് കലികാലത്തിൽ പൂർണ്ണമായും മോക്ഷം ലഭിക്കുകയും അവർ വൈകുണ്ഠത്തിൽ ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് യമ എന്ന് പറഞ്ഞാൽ അവർക്ക് ശാശ്വതമായ മോക്ഷത്തെ കൊടുക്കുന്ന ഒരു ശക്തി. അതിനാലാണ് ഭഗവാൻ യമ എന്ന നാമധേയം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട നാമധേയം ഉപേന്ദ്ര, വാമന, പ്രാംശു, അമോഘ, ശുചി, ഊർജിത, അതീന്ദ്ര, സംഗ്രഹ, സർഗ, ധൃതാത്മാ, നിയമ, യമ എന്നീ 12 നാമധേയങ്ങളാണ്. ഉപേന്ദ്ര വാമനോ പ്രാംശുരമോഘ ശുചിരൂർജിത അതീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമക. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.